വനിതാ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിൽ വേടന് ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം. വേടൻ്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് നടപടി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് കോടതി ചോദിച്ചു. ഹർജിയിൽ നാളെയും വാദം തുടരും. വേടന്റെ ഹർജിയിൽ കക്ഷി ചേർന്ന പരാതിക്കാരിയുടെ വാദമാണ് ഇന്ന് നടന്നത്. വേടൻ തന്നെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തതായി പരാതിക്കാരി പറഞ്ഞു. വേടന് ജാമ്യം നൽകരുതെന്ന് പരാതിക്കാരി ആവശ്യപ്പെട്ടു. എന്നാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചോദിച്ചു. ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ പരാതി ഉയർന്നാൽ അത് ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്ന് കോടതി വാക്കാൽ പരാമർശിച്ചു. എന്നാൽ വേടനെതിരെ നിരവധി മീട്ടു ആരോപണങ്ങളുണ്ടായെന്ന് പരാതിക്കാരി ചൂണ്ടിക്കാട്ടി. ആ സമയത്ത് സമൂഹമാധ്യമത്തിൽ വേടൻ ക്ഷമാപണം നടത്തിയെന്നും പരാതിക്കാരി പറഞ്ഞു. സമൂഹമാധ്യമത്തിലൂടെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയുടെ വാദമെന്ന് കോടതി വിമർശിച്ചു. മാധ്യമ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് തീരുമാനമെടുക്കാനാവില്ല. തെളിവുകൾ പരിഗണിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാനാവൂ. ഇൻഫ്ലുവൻസറാണോ അല്ലയോ എന്നതല്ല, വ്യക്തി എന്നതാണ് കോടതിയുടെ മുന്നിലുള്ള പ്രശ്നമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വേടനെതിരെ മറ്റ് കേസുകളുണ്ടെങ്കിൽ അറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. ഹർജിയിൽ തീർപ്പാകുന്നതുവരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. ഹർജിയിൽ നാളെയും വാദം തുടരും. കൈരളി ന്യൂസ്, കൊച്ചി.